ورحمة الله وبركاته. أهلا وسهلا لكل جميع الأعضاء من صفي إلى الدرس السادس عشر. شالom شالom. ونرى في هذا الدرس وهناك صورتان جميلتان، وأيضا ونرى هناك a thief is climbed on a house and he see three persons. They are lying in the floor, they are sleeping, and another picture says about that house owner is beating him due to some problem. So let's know what happened. Okay, علينا أن نقرأ أولا إن سارقا سارقا على ظهر بيت رجل من الأغنياء، وكان معه جماعة من أصحابه، فاستيقظ صاحب المنزل من حرقة أقدامهم، فعرف امرأته ذلك، فقال لها رويدا إني لا أحسب اللصوص علو البيت، فأيقظني بصوت يسمعه اللصوص، وقولي ألا تخبرني أيها الرجل أن أموالك هذه كثيرة وكنوزك العظيمة. Okay, so let's know till the إن سارقا. ما معنى سارق؟ يعني thief. A thief climbed on a house of a rich man. بيت رجل من الأغنياء. أغنياء غني جمع أغنياء. rich അല്ല, പണക്കാരൻ്റെ വീട്ടിലൊരു കള്ളൻ കയറി. Inna sariqan, a thief. There is a thief climbed on a house of a rich man. Okay, وكان معه with him جماعة من أصحابه, a group of companions with him, with the thief. Okay, no one thief, there are a lot of thieves climbed on a house of a rich man. Okay, فاستيقظ صاحب المنزل من حرقة أقدامهم. അങ്ങനെ എന്ത് ചെയ്തു? ഹൗസ് ഓണർ അവരുടെ കാലടിയുടെ ശബ്ദം കേട്ടിട്ട് ഉണർന്നു. فاستيقظ, woke up. Okay, the house owner woke up due to the movements of their footstep. استيقظ, woke up. استيقظ صاحب المنزل, house owner. Okay, صاحب المنزل, house owner, woke up من حرقة أقدامهم, due to the movement of the footstep. അക്ദാം എന്ന് പറഞ്ഞാൽ കാലടി എന്നുള്ളതാണ്. ഓക്കെ, അവരുടെ കാൽപാദത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് അവരെല്ലാവരും ഉണർന്നു. ഒരു കൂട്ടം കള്ളന്മാർ ഒരു വീട്ടിൽ കയറിയപ്പോൾ അവിടുത്തെ ഹൗസ് ഓണർ അവരുടെ കാലടി ശബ്ദം കേട്ടിട്ട് ഉണർന്നു. ഫഅറഫ ഇംറഅതഹു, അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഇൻഫോംഡ് ഹിസ് വൈഫ് ദാറ്റ് ഇൻസിഡൻറ്റ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അത് അറിയിച്ചു. വഖാല ലഹ, ആൻഡ് സെഡ് ഹർ, റുവൈദ, calm. റുവൈദ, calm. Okay, be calm. Be calm, സമാധാനപ്പെട്. ഇന്നി ല അഹ്സബുൽ ലുസൂസ ഉലുവൽ ബൈത്ത്. I think the thieves are on the house. Okay, I think the thieves has climbed on the house. ലുസൂസ്, ലെസ്സും ജമ്മു ലുസൂസ്. ലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കള്ളൻ എന്നുള്ള അർത്ഥമാണ് ലെസ്. അതിൻ്റെ ജമ്മാണ് ലുസൂസ്, thieves എന്ന് പറയുന്നത്. ഓക്കെ, وقولي لا تخبرني, sorry, إني لا أحسب اللصوص علو البيت. I think the thieves are has climbed on the house. فأيقظني بصوت يسمعه اللصوص. എനിക്ക് തോന്നുന്നത് മേലെ കള്ളൻ കയറിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് നീ എന്നെ ഉണർത്തണം. അത് നീ എന്നോടൊരു കാര്യം പറഞ്ഞിട്ട് എന്നോട് ഉണർത്തണം. അത് കള്ളന്മാർ കേൾക്കുന്ന രൂപത്തിലായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഫൈഖലനി നല്ല ഫൈഖിൽനി, woke me up,
എന്നെ ഉണർത്തുക. വക്ക് മീ അപ്പ് വിത്ത് എ വോയിസ് ഹേർഡ് ബൈ thieves. Okay, with a voice heard by thieves. Waquli, and you say, പിന്നെ നീ പറയണത് അലാ തുഖ്ബിർനി അയ്യുഹർ റജുലു മിൻ അംവാലിക ഹാദിഹിൽ കസീറ. അലാ തുഖ്ബിർനി അയ്യുഹർ റജുൽ, ഓ മാൻ, പ്ലീസ് ഗിവ് മീ ദ ഇൻഫർമേഷൻ. പ്ലീസ് ഇൻഫോം മീ, എനിക്ക് അറിയിച്ചു തരാമോ മനുഷ്യ, എനിക്ക് അറിയിച്ചു നൽകുക. അംവാലി കദാലിക, നിങ്ങളിലുള്ള അധികരിച്ച പണത്തെക്കുറിച്ച്, അധികരിച്ച ധനത്തെക്കുറിച്ച് എനിക്ക് നിങ്ങൾ അറിയിച്ചു തരിക. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, വോക്ക് മീ അപ്പ് വിത്ത് എ വോയിസ് ഹേർഡ് ബൈ തീവ്സ് ആൻഡ് യു സേ പ്ലീസ് ഇൻഫോം മീ അബൌട്ട് യുവർ എക്സസ് വെൽത്ത്, എക്സസ് മണി. Not only that, وَكُنُوزُكَ الْعَظِيمَ, your great treasures. കൻസും ജമ്മു കുനൂസാണ് കേട്ടോ. കൻസ് എന്ന് പറഞ്ഞാൽ നിധി, ട്രഷർ എന്നുള്ള അർത്ഥമാണ്. അലീമ, ഉന്നതങ്ങളിലുള്ള നിങ്ങളുടെ ഒരുപാടുള്ള നിങ്ങളുടെ നിധി എന്നെ അറിയിച്ചു നൽകുക. കള്ളന്മാർ കേൾക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രപ്പണിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇതുവരെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൻസ് എന്ന് പറഞ്ഞാൽ നിധി, കുനൂസ് ട്രഷർ, ട്രഷേഴ്സ്. ഓക്കെ, മാലും ജമ്മു അംവാലാണ്. മാല് എന്ന് പറഞ്ഞാൽ ധനം, അംവാല് ധനം, ധനങ്ങൾ. ഒരുപാട് ധനത്തിനാണ് അംവാൽ എന്ന് പറയാം. അസ്സലാമു അലൈക്കും.